Section 6 is very, it's easy, you can read it, you'll understand, but still we just go through it. See, Section 6 talks about, it's little bit important also because it talks about the things which can be transferred. എന്തൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഇത് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്തതിനെ പറ്റിയാണ് ഈ സെക്ഷൻ പറയുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളത്. സോ ദ ഫോളോയിങ് properties cannot be transferred, things cannot be transferred. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം, ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത എന്താണ്, നിങ്ങൾക്കത് ഭാവിയിലാണെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം it's important going forward. So first thing is a chance of an higher apparent to succeed to an estate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇപ്പം എനിക്ക് കുറച്ച് വസ്തുവകൾ എൻ്റെ ഒരു ആൻസസ്റ്റർ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് സക്സഷൻ വഴി ഐ വിൽ ബി എൻടൈറ്റിൽഡ് ടു certain property once my ancestor dies. So I know that property will come to me. അങ്ങനെ ഒരു ചാൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടി I cannot transfer. It is expressly prohibited. എൻ്റെ കയ്യിൽ പ്രോപ്പർട്ടി ഇല്ല, ഇറ്റ് ജസ്റ്റ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇൻഹെറിറ്റഡ്. അപ്പോൾ അത് പറ്റില്ല, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ചെയ്യാൻ പാടില്ലാത്തത് എ മിയർ റൈറ്റ് ഓഫ് റീ എൻട്രി ആസ് ഫോർ ദ ബ്രീച്ച് ഓഫ് എ കണ്ടീഷൻ സബ്സിക്വൻറ്റ്. മിയർ റൈറ്റ് ഓഫ് റീ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയൊക്കെ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാവിങ് ദ റൈറ്റ് ടു റീ എൻറ്റർ ഇൻ ടു ദ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സാധാരണഗതിയിലൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ റൈറ്റ് ഓഫ് റീ എൻട്രി ഇൻ ടു എ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി, ആ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ യു കം അക്രോസ് എ വേർഡ്, ഇറ്റ്സ് കോൾഡ് കണ്ടീഷൻ പ്രീസിഡന്റ് ആൻഡ് കണ്ടീഷൻ സബ്സിക്വന്റ്. ഒരു കൺസെപ്റ്റാണ്, യു വിൽ ബി നോയിങ് ദാറ്റ്. കണ്ടീഷൻ പ്രീസിഡന്റ് എന്ന് പറയുന്ന സാധനം, ഇറ്റ്സ് എ കണ്ടീഷൻ വിച്ച് ഹാസ് ടു ഹാപ്പൻ ടു കംപ്ലീറ്റ് എ ട്രാൻസാക്ഷൻ. അങ്ങനെയുള്ളൊരു ഒരു കണ്ടീഷനാണ് കണ്ടീഷൻ പ്രീസിഡന്റ്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി നമ്മൾ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, സോ ദ ട്രാൻസ്ഫർ, ഇഫ് ഐ മേക്ക് ദ ട്രാൻസ്ഫർ സബ്ജക്ട് ടു എ കണ്ടീഷൻ, then such a condition is called a condition precedent. അതായത് ഇന്ന കാര്യം സംഭവിച്ചെങ്കിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വരും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു മാരി ബി, this property, I am transferring this property to you subject to a condition that you shall marry Mr. B. ബിയെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഷാൽ കം ആൻഡ് ഷാൽ സ്റ്റാൻഡ് ട്രാൻസ്ഫേർഡ് ആൻഡ് വെസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബി യു ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിന് ഈ പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ അതിന് മുമ്പ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് എ കണ്ടീഷൻ പ്രിസിഡന്റ്. അപ്പം കണ്ടീഷൻ പ്രിസിഡന്റിന്റെ കംപ്ലൈൻസ് നടന്നാൽ മാത്രമേ ദ ട്രാൻസ്ഫർ വിൽ ഗെറ്റ് കംപ്ലീറ്റഡ്. അതാണ് കണ്ടീഷൻ പ്രിസിഡന്റ്. ടി പിയിലുള്ള ഒരു വേറെ സാധനമാണ് കണ്ടീഷൻ സബ്സിക്വന്റ്. അതൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കണ്ടീഷൻ സബ്സിക്വന്റ് മീൻസ് ഇറ്റ് ഈസ് a condition. In such a case, actually the transfer is done, the property is vested in the transferee, property transferee vest ചെയ്യും. പക്ഷേ the transferor will make a condition that, see, I am giving this property to you, it will vest in you, but if A, B, C, D happens, or if a particular thing happens, then that property will go to a third person or it will come back to me എന്ന് ഞാൻ പറയുന്നു. ഡൈവെസ്റ്റിംഗ് എന്നാണ്. ഒരാൾക്ക് കിട്ടിയ സാധനത്തിന് തിരിച്ചു വരുന്നതിനെ പറയുന്ന പേരാണ് ഡൈവെസ്റ്റ്. വെസ്റ്റ് ഒരാൾക്ക് കിട്ടുന്നതും ഡൈവെസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ തിരിച്ചു വരുന്നു. സോ കണ്ടീഷൻ സബ്സിക്വന്റ് ഈസ് എ കണ്ടീഷൻ വിച്ച് ഇസ് മെയ്ഡ് what you call in a case where the transfer is done upfront with a condition that on the happening of a particular event or particular thing, the property shall be divested from the transferee. അതായത് ആദ്യം പ്രോപ്പർട്ടി നിങ്ങൾക്ക് തരും, ഓക്കെ, യു ആർ ഗെറ്റിംഗ് ദ പ്രോപ്പർട്ടി. പക്ഷേ ആ പ്രോപ്പർട്ടി എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും, നിങ്ങൾക്ക് കയ്യിൽ നിന്ന് തിരിച്ചു പോകും. അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് കണ്ടീഷൻ സബ്സിക്വൻറ്റ്. സോ അതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ പ്രീസിഡൻറ്റ് ഹാസ് ടു ഹാപ്പൻ ബിഫോർ എ പർട്ടിക്കുലർ വെസ്റ്റിംഗ്, ബിഫോർ ദ വെസ്റ്റിംഗ്. കണ്ടീഷൻ സബ്സിക്വൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് കണ്ടീഷൻ സബ്സിക്വൻറ്റ്. ഓക്കെ, അപ്പോൾ അത് പറ്റില്ല. ഇനി അടുത്ത ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈസ്മെൻറ്റ്. ആൻഡ് ഈസ്മെൻറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്.
സോ വാട്ട് ഈസ് എൻ ഈസ്മെന്റ്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കണം, പഠിക്കാനുള്ളതാണോ നിങ്ങൾക്ക്? ഈസ്മെന്റ് പഠിക്കുന്നതാണോ നിങ്ങൾ? ഓക്കെ, ഇറ്റ്സ് അണ്ടർ ദി ഇന്ത്യൻ ഈസ്മെന്റ്സ് ആക്ട്. സോ വാട്ട് ഈസ് ദ ബേസിക്സ്? എന്താണ് ഈസ്മെന്റ് എന്ന് പറയുന്നത്? സോ യു കനോട്ട് ട്രാൻസ്ഫർ എൻ ഈസ്മെന്റ് അലോൺ. നിങ്ങൾക്കൊരു ഈസ്മെന്റ് റൈറ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ടി പി ആക്ട് പറയുന്നത്. വാട്ട് ഈസ് എൻ ഈസ്മെന്റ് ദെൻ? ഓക്കെ, സോ ബേസിക്കലി ഈസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു സെഡ് ഈസ് partly correct, or it's a part of easement. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, see, for the beneficial enjoyment of your property, see, one person, if you, for the beneficial enjoyment of your property, you have certain right to do or prevent something from happening in another person's land. So that right is called your easementary right. അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ബെനിഫിഷ്യൽ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മറ്റൊരാളെ തടയാം, എടേ നിന്റെ പ്രോപ്പർട്ടിയിൽ നീ ഇത് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇഫ് യു ഡു ഇറ്റ് ദാറ്റ് വിൽ അഫക്ട് ദ എൻജോയ്മെന്റ് ഓഫ് മൈ പ്രോപ്പർട്ടി എന്ന് പറയാനുള്ള എൻ്റെ റൈറ്റ് ആണ് ഈസ്മെന്ററി റൈറ്റ്. സോ ഇറ്റ്സ് എ റൈറ്റ് ഓഫ് ആൻ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. It's a right to do certain things over another person's property for the beneficial enjoyment of his own property. ഒരു എക്സാമ്പിൾ പറയുന്നത്, നേരത്തെ പറഞ്ഞ ഒരാൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് നാൾ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വഴി. ഈസ്മെന്റ്, എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു റോഡിലേക്കോ അല്ലെങ്കിൽ പാത്വേയിലേക്കോ വെളിയിലോട്ടോ പോകാനുള്ളൊരു വഴി ഇല്ല, എൻ്റെ ലാൻഡ് ലോക്ക്ഡ് ആണെങ്കിൽ, ഐ ഡെഫിനറ്റ്ലി ഹാവ് എ റൈറ്റ് ടു യൂസ് the other person's property for the ingress and egress from my property. എൻ്റെ പ്രോപ്പർട്ടിയിൽ കയറി വരാൻ മറ്റൊരാളുടെ പ്രോപ്പർട്ടി കൂടെ എനിക്ക് കയറി വരാൻ പറ്റും. സോ ഐ ആം യൂസിങ് മൈ റൈറ്റ് ഓവർ അനദർ പേഴ്സൺസ് പ്രോപ്പർട്ടി. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഈസ്മെന്റ്, ദാറ്റ് ഈസ് എ പർട്ടിക്കുലർ ഈസ്മെന്റ് കോൾഡ് ഈസ്മെന്റ് ഓഫ് വേ. ഈസ്മെന്റ് ഓഫ് വേ രണ്ട് തരമുണ്ട്, ഈസ്മെന്റ് ഓഫ് നെസസിറ്റി ആൻഡ് ഈസ്മെന്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ. നെസസിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വഴിയില്ല, കംപ്ലീറ്റ്ലി ലാൻഡ് ലോക്ക്ഡ് ആണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത മറ്റേ ആളുടെ പ്രോപ്പർട്ടിയുടെ കയറി വരുന്ന, അതാണ് ഈസ്മെന്റ് ഓഫ് നെസസിറ്റി. എനിക്ക് വേറെ വഴിയൊന്നുമില്ല, അപ്പം കയറി വന്നേ പറ്റൂ. രണ്ട്, ഈസ്മെന്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ. ഇതേ കേസിൽ തന്നെ ഈസ്മെന്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എനിക്കൊരു വഴിയുണ്ട്, ബട്ട് സ്റ്റിൽ ഐ ആം യൂസിങ് അനദർ പേഴ്സൺസ് ലാൻഡ് ഫോർ മൈ ഇൻഗ്രസ് ആൻഡ് എഗ്രസ്. ഇടത്തെ സൈഡിലൊരു വഴിയുണ്ട്, ബട്ട് ഐ എം നോട്ട് യൂസിങ് ഇറ്റ്, ഓർ വെദർ ഐ എം യൂസിങ് ഇറ്റ് ഓർ നോട്ട്, ഇമ്മെറ്റീരിയൽ. വേറൊരാളുടെ പ്രോപ്പർട്ടി കൂടാണ് ഞാൻ സ്ഥിരം കയറി വരുന്നത്. അങ്ങനെ ഞാനൊരു 20 years അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് വേറൊരാളുടെ വസ്തുവിൽ കൂടെ എൻ്റെ വസ്തുവിലോട്ടൊക്കെ ഒരു വഴി കയറി വന്നു കഴിഞ്ഞാൽ, ആഫ്റ്റർ 20 years I get my right by way of prescription. This concept is called easement by prescription due to continuous usage for a certain number of years, that is 20 years in case of easement by way. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ ആണ്, ഈസ്മെന്റ് ടു ഡു സംതിങ് ഓൺ അനദർ പേഴ്സൺസ് ലാൻഡ്. ഇനി ഇതേ ഈസ്മെന്റ് തന്നെ വേറൊരാൾക്ക് അയാളുടെ, we can have, the owner is having the right to prevent the other person from doing certain thing in his own property. For example, ഒരാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു സ്ട്രീം ഒഴുകി, വെള്ളം സ്ട്രീം ഒഴുകി അയാളുടെ പ്രോപ്പർട്ടി കൂടെ വന്ന് എൻ്റെ പ്രോപ്പർട്ടി കൂടെ കയറി പോവുകയാണെന്ന് വെക്കുക. സോ ദാറ്റ് പേഴ്സൺ അയാളുടെ പ്രോപ്പർട്ടിയിൽ ആ സ്ട്രീം കെട്ടി അടയ്ക്കാൻ പാടില്ല. സോ ഇഫ് ഹി സ്റ്റോപ്സ് ദ സ്ട്രീം there, that will affect the beneficial enjoyment of my property. So I am having the right to tell him, don't do that, these kind of things, and I am having the right to enforce it through a court of law. അതേപോലെ കാറ്റും വെളിച്ചവും വരുന്ന രീതി, മറയുന്ന രീതിയിൽ എൻ്റെ അടുത്ത പ്രോപ്പർട്ടിയിലുള്ള വലിയൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടി എൻ്റെ വീട്ടിലോട്ടുള്ള കാറ്റും വെളിച്ചവും എല്ലാം തടയുന്ന പോലെ കെട്ടിക്കഴിഞ്ഞാൽ, ദാറ്റ് ഓൾസോ ഐ ക്യാൻ പ്രിവെന്റ്. സോ ഈ മാതിരിയുള്ള റൈറ്റ്സ് ആണ് ഈസ്മെന്റ്. അപ്പം നമ്മൾ വിൽക്കുമ്പം, easement can be transferred only along with the property. So the property for whose beneficial enjoyment the right is exercised is called the dominant heritage, രണ്ട് term ഉണ്ട്, and the property upon which I exercise my right is called the servient heritage. അതായത് ഏത് പ്രോപ്പർട്ടിയുടെ ബെനിഫിഷ്യൽ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണോ ഞാൻ പോയി മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽ എൻ്റെ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ ആ മെയിൻ പ്രോപ്പർട്ടിയാണ് ഡോമിനന്റ്, ഇറ്റ് ഈസ് കോൾഡ് ദ ഡോമിനന്റ് ഹെറിറ്റേജ്. ആൻഡ് അപ്പോൺ വിച്ച് പ്രോപ്പർട്ടി ഐ എക്സസൈസ് ദ റൈറ്റ്, ഏത് പ്രോപ്പർട്ടി പോയാണോ ഞാൻ എൻ്റെ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നത്, ദാറ്റ് ദ അതർ പ്രോപ്പർട്ടി ഈസ് കോൾഡ് ദ സെർവിയന്റ് ഹെറിറ്റേജ്. സോ ഈസ്മെന്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓൺലി വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് അലോങ് വിത്ത് ദി ഡോമിനന്റ് ഹെറിറ്റേജ്. ഡോമിനന്റ് ഹെറിറ്റേജ് എൻ്റെ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ മാത്രം അതോടുകൂടി എവറി ഈസ്മെന്റ് ഐ എം ഹാവിംഗ് ദാറ്റ് ഓൾസോ ഐ ക്യാൻ ട്രാൻസ്ഫർ, ബട്ട് ഐ കനോട്ട് ട്രാൻസ്ഫർ ദ ഈസ്മെന്റ് റൈറ്റ് എലോൺ. അതാണ് അതിൻ്റെ ഈ ടി പി പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ. അടുത്ത വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു ദ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഒരു കേസിൽ? ഈസ്മെന്റ് 20 years
അയാൾ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഹി ക്യാൻ പ്രൂവ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഇയാളുടെ വീട്ടിലോട്ട് ഒരു ഹൈവേ തന്നെ ഉണ്ടെന്ന് വെക്കുക. സി ജഡ്ജ്മെന്റ്സ് ആർ ദെയർ വിച്ച് സേസ് ദാറ്റ് അയാളുടെ വീട്ടിലോട്ട് വേറൊരു ഹൈവേയിൽ കൂടെ ഡയറക്റ്റ് ആക്സസ് ഉണ്ടെങ്കിൽ പോലും, ഇഫ് ദാറ്റ് പേഴ്സൺ ഹാസ് എക്സസൈസ്ഡ് റൈറ്റ് ഓവർ someone else's land, adjoining land, for a continuous period of 20 years for the ingress and egress, still he can claim easement by prescription over the other person's land. അപ്പോൾ അതിനൊരു കണ്ടിന്യൂസ് യൂസേജ്, ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 20 years നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇഫ് യു ക്യാൻ പ്രൂവ് ദാറ്റ്, ദെൻ that right he will get and it can be enforced through a court of law. അപ്പോൾ ഇടയ്ക്ക് ഒരു ഇന്ററപ്ഷൻ ഉണ്ടാവും, എന്തെങ്കിലും ചെയ്യാൻ നിവൃത്തിയുള്ളൂ. ഓക്കെ, സപ്പോസ് ഓണേഴ്സ് അത് ക്ലെയിം ചെയ്തത് വളരെ ലേറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഓണേഴ്സിന് അൺഅവെയർ ആണെങ്കിൽ പോലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല അല്ലേ? എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, ഞാനപ്പം മറ്റൊരാളുടെ പ്രോപ്പർട്ടി കൂടെയാണ് വർഷങ്ങളായിട്ട് നടക്കുന്നതെന്ന് വെക്കുക. പ്രോബ്ലം വരുന്ന എപ്പോഴാണ്? സാധാരണ നമ്മൾ നോക്കുമ്പോൾ പ്രോബ്ലം വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എപ്പോഴാണോ ഇന്ററപ്റ്റ് ചെയ്യുന്നത്, ആ സെർവിയൻ ഹെറിറ്റേജിന്റെ ഓണർ എപ്പോഴാണോ ഇന്ററപ്റ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മുടെ കോസ് ഓഫ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ററപ്ഷൻ വരുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ കോടതി പോകുന്നത്. സി ഐ ഹാവ് എ റൈറ്റ് ഓവർ ദിസ് പ്രോപ്പർട്ടി, ഐ ഹാവ് പ്രിസ്ക്രൈബ് ദ റൈറ്റ്, ലാസ്റ്റ് 20 years കൂടുതലായിട്ട് ഞാൻ മോർ ദാൻ 20 years ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോപ്പർട്ടിയാണ്. നൗ ഹി ഈസ് ഇന്ററപ്റ്റിംഗ് മീ, സോ ഡിക്ലെയർ മൈ റൈറ്റ്. സോ സൂട്ട് ഫോർ ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് ഇതിൻ്റെ അകത്ത്, ഡിക്ലറേഷൻ ആൻഡ് ഇൻജങ്ഷൻ. സാർ ഒരു ഡൗട്ട്, സെയിം പേഴ്സൺ തന്നെ ആയിരിക്കണോ? അതേ ഈ പ്രോപ്പർട്ടിയിലുള്ള ഒരു ആള് 20 years പീസ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്താൽ മതിയോ, അതേ സെയിം പേഴ്സൺ തന്നെ ആവണമെന്നുണ്ടോ? ഇപ്പം ഞാൻ സപ്പോസ് എൻ്റെ പ്രോപ്പർട്ടി ഒരു 20 years കഴിഞ്ഞ് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അയാൾക്ക് കിട്ടുമോ? അത് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അത് വേണമെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. കാരണം ഇറ്റ് ഈസ് ഫോർ ദ ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി, കറക്റ്റ്. ആ ഒരു പ്രോപ്പർട്ടിയുടെ, ആ ഒരു പീസ് ഓഫ് ലാൻഡിന്റെ ബെനിഫിഷ്യൽ എൻജോയ്മെന്റ് വേണ്ടിയിട്ട് അതിന്റെ ഓണർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓണർ ഇടയ്ക്ക് വെച്ച് അത് സെല്ല് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഇന്ററപ്ഷൻ വരണം എന്നില്ല. എനിവേ ക്ലാരിഫൈ ആയിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് ഒന്ന് നോക്കണം. ജഡ്ജ്മെന്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന്റെ ആ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവുന്നുള്ള ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബട്ട് സ്റ്റിൽ ഐ ഗെറ്റ് ഇറ്റ് ക്ലാരിഫൈ. ഓക്കെ, അപ്പം അത് ഈസ്മെന്റ് റൈറ്റ്. പിന്നെ അടുത്ത ഇതൊന്നും നമ്മൾ ടി പി അനുസരിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാത്ത കാര്യങ്ങളാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻ പ്രോപ്പർട്ടി റെസ്ട്രിക്റ്റഡ് ഇൻ ഇറ്റ്സ് എൻജോയ്മെന്റ് ടു ദ ഓണർ. അതായത് ചില ഓണറിന് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എൻജോയ്മെന്റ് റൈറ്റ്സ് ഒക്കെ ചിലപ്പോൾ കാണാം. അത് വിൽക്കാൻ പാടില്ല. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഈ ധനനിശ്ചയം ചെയ്യും, അച്ഛനും അമ്മയും മക്കൾക്ക് എഴുതി കൊടുക്കും. അതേപോലെ ഗിഫ്റ്റൊക്കെ എഴുതി കൊടുക്കാൻ നേരത്ത് ഒരു ലൈഫ് ഇൻട്രസ്റ്റ് സേവ് ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, ധനനിശ്ചയാധാരത്തിലൊക്കെ സ്ഥിരം കാണുന്നതാണ്. അതായത് മോൻ എഴുതി കൊടുക്കുമ്പോൾ പറയും, നിനക്കിത് എഴുതി തരാം, പക്ഷേ ഈ വസ്തുവിൽ മരണം വരെ താമസിക്കാനും അവിടുന്ന് ആദായം എടുക്കാനും ഉള്ള റൈറ്റ് എനിക്കും അല്ലെങ്കിൽ നിനക്കും നിന്റെ അമ്മയ്ക്കും അച്ഛനും ഉള്ള റൈറ്റ് ഉണ്ടായിരിക്കും വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ എഴുതി കൊടുക്കുക. കാരണം മക്കളൊക്കെ ഈ ഇറക്കി വിടാതിരിക്കാനൊക്കെ ഉള്ള ഒരു ദുരിതമാണ്. അതായത് അച്ഛനും മക്കൾക്ക് ധനനിശ്ചയം ചെയ്യുമ്പോൾ എഴുതാറുണ്ട് ഇങ്ങനെ, എന്നാൽ എൻ്റെ കാലാവസാനം വരെ എനിക്ക് ഈ പുരയിടത്തിൽ താമസിക്കാനും ആദായം എടുക്കാനുമുള്ള റൈറ്റ് റിസർവ് ചെയ്തിട്ടായിരിക്കും അയാൾക്ക് പ്രോപ്പർട്ടി എഴുതി കൊടുക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ വൈഫിനും കൂടെ ആ റൈറ്റ് ചിലപ്പോൾ ഞാൻ കൊടുക്കും. എനിക്കും എൻ്റെ വൈഫിനും ആ പ്രോപ്പർട്ടിയിൽ മരണം വരെ താമസിക്കാനും ആദായം എടുക്കാനുള്ള റൈറ്റ് വെച്ചിട്ടായിരിക്കും മോൻ എഴുതി കൊടുക്കുക. സോ ദാറ്റ് ഇസ് കോൾഡ് എ ലൈഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതൊരു പേഴ്സണൽ റൈറ്റ് ആണ്. അപ്പം ഈ ഒരു പേഴ്സണൽ റൈറ്റ്, ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് അയാളുടെ ലൈഫ് ഇൻട്രസ്റ്റ് മാത്രം വെളിയിലോട്ട് എഴുതി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് എ പേഴ്സണൽ റൈറ്റ് ഓവർ ദ പ്രോപ്പർട്ടി. സോ അങ്ങനത്തെ റൈറ്റ്സ് ഒരിക്കലും നമുക്ക് അത് മാത്രമായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള വസ്തു എങ്ങനെ വിൽക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വിൽക്കും? ഇപ്പം ഞാൻ എൻ്റെ മോന് ഒരു വസ്തു എഴുതി കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മരണം വരെ താമസിക്കുകയാണ്, നിനക്ക് പ്രോപ്പർട്ടി എഴുതി തന്നു, യു വിൽ ബി ദ ഓണർ, ഐ എം ട്രാൻസ്ഫറിങ് ടു ദ പ്രോപ്പർട്ടി അബ്സല്യൂട്ട്ലി സബ്ജക്ട് ടു മൈ ലൈഫ് ഇൻട്രസ്റ്റ്. എൻ്റെ മരണം വരെ ഞാൻ അവിടെ താമസിക്കും എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മൈ റൈറ്റ് വിൽ ബി എ പേഴ്സണൽ റൈറ്റ്. സോ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സെൽ മൈ റൈറ്റ്. ആ ഒരു ലൈഫ് ഇൻട്രസ്റ്റ് റൈറ്റ് എനിക്കും എൻ്റെ വൈഫിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈഫിനോ അത് സെൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നാളെ എൻ്റെ മോൻ ഇത് ഈ പ്രോപ്പർട്ടി സെൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്ക് എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും? ലൈഫ് ഇൻട്രസ്റ്റ് എടുത്ത് കളയണം. അത് മോനെടുത്ത് കളയാൻ പറ്റില്ലല്ലോ, അച്ഛനത് എഴുതി കൊടുക്കണം.
രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അച്ഛൻ എഴുതി കൊടുക്കണം, റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനും മോനും കൂടെ എഴുതി കൊടുക്കാൻ പറ്റും. ഡോണറും ഡോണിയും, അതായത് ഞാനും. അപ്പോൾ ഇവിടെ ഒരു ഡോണർ ഡോണി കൺസെപ്റ്റ് അല്ല ഈ ഒരു കേസിൽ, എന്നാലും ഞാൻ പറഞ്ഞത് ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള ആളും ഇപ്പം ലോണിനൊക്കെ എടുക്കാൻ പോകുമ്പോഴും മോർട്ട്ഗേജ് ചെയ്യുമ്പം ഓണറും ഈ ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ള ആളും കൂടെ ചെന്ന് മോർട്ട്ഗേജ് ചെയ്തെങ്കിൽ മാത്രമേ ബാങ്ക്സ് എടുക്കാറുള്ളൂ. സോ സെയിം വിത്ത് ദ സെയിൽ ഓൾസോ. സെയിലിനും ഇവർ രണ്ടുപേരും കൂടെ വിറ്റാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത പിന്നെ ഒരു മിയർ റൈറ്റ് ടു സ്യൂ, അത് വിൽക്കാൻ പറ്റില്ല. മിയർ റൈറ്റ് ടു സ്യൂ എന്ന് വെച്ചാൽ എനിക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, ഒരാൾക്കെതിരെ എനിക്കൊരു ഇൻജങ്ഷൻ കൊടുക്കണം. ആ ഒരു റൈറ്റ് ഐ കനോട്ട് ട്രാൻസ്ഫർ ദാറ്റ് ഇൻട്രസ്റ്റ്. പിന്നുള്ളത് ഫ്യൂച്ചർ മെയിൻ്റനൻസ്. ഫ്യൂച്ചർ മെയിൻ്റനൻസിന് എന്തെങ്കിലും റൈറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്. ദെൻ പബ്ലിക് ഓഫീസ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പബ്ലിക് ഓഫീസ്. എനിക്കൊരു ജോലിയുണ്ട്, ആ ജോലി എനിക്കൊരു ഡോക്യുമെൻ്റ് ഒരു വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് സ്റ്റൈഫൻസ് ഇൻ മിലിറ്ററി, നേവൽ, എയർഫോഴ്സ്, അങ്ങനത്തെ സ്റ്റൈഫൻസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ അൺലോഫുൾ കൺസിഡറേഷൻ വെച്ചിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഒന്നും പാടില്ല. അൺലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ദ ട്രാൻസ്ഫർ ഈസ് അഗെയിൻസ്റ്റ് ലോ, അതൊന്നും പറ്റില്ല. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത സാധനമാണ്. ദെൻ ഈ ഒരു ലെസ്സി, റെസ്ട്രിക്റ്റഡ് ലൈസ് ഉള്ള ലെസ്സി ടെനൻറ്റ് ഇതിന് താമസിക്കുമ്പോൾ, ഒരാൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ അയാൾക്കും ആ റൈറ്റ് വിത്തൗട്ട് ദ പെർമിഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് റൈറ്റ് ആണെങ്കിൽ അയാൾക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സെക്ഷൻ 6 പറയുന്നത്, വിച്ച് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതെല്ലാം. പിന്നുള്ളത് പേഴ്സൺ കമ്പീറ്റൻറ്റ് ടു ട്രാൻസ്ഫർ. ആർക്ക് അത് എളുപ്പമുള്ളൊരു കാര്യമാണ്. പേഴ്സൺ കമ്പീറ്റൻറ്റ് ടു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ competent to contract, first thing എല്ലാവർക്കും അറിയാം, a person should be competent to contract. Second thing, he should be entitled to property. എനിക്ക് ആ പ്രോപ്പർട്ടിയിൽ എനിക്ക് റൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഐ ക്യാൻ ട്രാൻസ്ഫർ. എനിക്ക് റൈറ്റ് ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓർ പിന്നെ എനിക്ക് റൈറ്റ് ഇല്ലാത്ത പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇഫ് ഐ ആം പ്രോപ്പർലി ഓതറൈസ്ഡ്. അപ്പോൾ ഈ ഒരു 3 പോയിന്റേ ഉള്ളൂ. ഒന്ന്, റൈറ്റ് ഉള്ള പ്രോപ്പർട്ടിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് ആയിരിക്കണം. 3, എനിക്ക് എൻടൈറ്റിൽമെന്റ് ഇല്ലാത്ത പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ഐ ആം ഡ്യൂലി ഓതറൈസ്ഡ്. ഹൗ ഇറ്റ് ഈസ് ഡൺ? Can anyone say? Through agent. How it is done? Through agent? Power of attorney. Right. So for that, the owner has to give a power of attorney to the other party, making him the agent and giving the right to transfer the property, accept the consideration, submit the documents for registration. So all these things will be covered in the power of attorney. So if somebody gives me a power of attorney, then I'll be having the authority to transfer that person's, the executant's property. I'll be in a position to deal with it. Different news reported in the Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional